സോ ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം എ ബി. ഒരു ക്വിക്ക് ഷൂട്ട് ആൻഡ് റിലീസ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ക്വിക്കായിട്ട് ഒരു കാര്യം പറയുന്നു, ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് നടത്തുന്നു, പോകുന്നു, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഓഫ് 2-3 minutes. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് കുറച്ച് ഇനാക്റ്റീവ് ആണ്. വീഡിയോസ് ഒന്നും അങ്ങനെ വരുന്നില്ല. അതിന് നമ്മൾ വെറുതെ പോയതല്ല, ഒരു പർട്ടിക്കുലർ റീസൺ ഉള്ളതുകൊണ്ട്, ഒരു വലിയൊരു കാര്യമുള്ളതുകൊണ്ട് പോയതാണ്. സോ ഞാൻ NIT ട്രിച്ചിയിൽ PhD ചെയ്യുന്ന ഒരു സ്കോളറാണ്. ദോസ് ഹു നോ ഓൾറെഡി എന്നെ അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് 2019 മുതൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ NIT ട്രിച്ചിയിൽ PhD ചെയ്യുന്ന ഒരു സ്കോളറാണ് ഞാൻ. അപ്പോൾ എൻ്റെ തീസിസ് ഡിഫെൻസ് ഈ വരുന്ന 17-ാം തീയതി ജൂൺ 17-ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. തീസിസ് സബ്മിഷൻ എല്ലാം ഫെബ്രുവരിയിൽ കഴിഞ്ഞാണ്, പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് വന്ന കാര്യങ്ങളെല്ലാം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ വളരെയധികം തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് വിട്ടു നിൽക്കേണ്ടി വന്നത്. ആൻഡ് ദിസ് വിൽ കണ്ടിന്യൂ ഒരു 5-8 ദിവസം കൂടെ ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് ഹോപ്പ്ഫുള്ളി ജൂൺ 23-ന് ശേഷം നമ്മൾ വിൽ ബി ബാക്ക് ഇൻ ഫുൾ സ്വിങ്. തീർച്ചയായിട്ടും നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻസ്, പുതിയ വീഡിയോ സീരീസ്, സ്റ്റോക്ക് അപ്ഡേറ്റ്സ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഓൾറെഡി താങ്ക് യു ഇൻ അഡ്വാൻസ്. ആൻഡ് പ്ലീസ് സ്റ്റേ ട്യൂൺ, കീപ് സപ്പോർട്ടിങ് യെസ്. നമ്മൾ പുതിയ വാല്യൂ ഉള്ള നല്ല കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് യെസ്, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരുന്നു. യെസ്. ആൻഡ് മറ്റൊരു കാര്യം പറയാനുള്ളത്, 17-ാം തീയതി നടക്കുന്ന വൈവ രാവിലെ 10:30-ക്കാണ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻ NIT ട്രിച്ചിയാണ് നടക്കുന്നത്. അപ്പോൾ ആ വൈവ ഹോപ്പ്ഫുള്ളി വേറെ, ഇഫ് പോസിബിൾ, വേറെ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ വിൽ ബി സ്ട്രീമിംഗ് ഇറ്റ് ലൈവ് ഇൻ അവർ ഓൺ യൂട്യൂബ് ചാനൽ. അപ്പോൾ 10:30-ക്കാണ് വൈവ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ജൂൺ 17-ന് ശേഷം ഹോപ്പ്ഫുള്ളി ഡോക്ടർ എ ബി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോർപ്പറേഷൻ, യുവർ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാത്തിനും. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് യെസ്. ഓക്കെ. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. താങ്ക് യു ഫോർ യുവർ ടൈം. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഇൻവെസ്റ്റഡ്, ആൻഡ് സീ യു സൂൺ.